Hi everyone, Mytechbite എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ Google Pixel 7 Proന്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ കാലത്തിന് ശേഷമാണ് പിക്സലിന്റെ ഒരു വീഡിയോ ചെയ്യുന്നത്. മുന്നേ ഞാൻ Google Pixel 4ന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് അത്യാവശ്യം നല്ലൊരു റെസ്പോൺസ് തന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. Pixel 7 Pro മോസ്റ്റ് വെയിറ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഈ ഒരു Pixel 7 Pro ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല ഈ ഒരു Pixel 7 Pro ലഭിച്ച ഉടനെ തന്നെ എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഈ ഒരു Pixel 7 Proന്റെ ഒരു ക്വിക്ക് അൺബോക്സിംഗ് പ്ലസ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പിന്നെ അതുപോലെ തന്നെ മെയിൻ ആയിട്ടും ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ക്യാമറ എങ്ങനെയുണ്ടെന്ന് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒരു ഫോൺ എടുക്കാൻ താല്പര്യപ്പെടുന്നവർ ഈ ഒരു വീഡിയോ മെയിനായിട്ട് നോക്കുക. കാരണം ഞാൻ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ടും ഇതിൻ്റെ ക്യാമറ തന്നെയാണ് നോക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ അങ്ങനെ പ്രത്യേകിച്ച് വലിയ അൺബിലീവബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നും ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അഫ്കോഴ്സ് നമുക്കിതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മുന്നത്തായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സോ നമുക്ക് അൺബോക്സിങ് ചെയ്തിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നോർമൽ അൺബോക്സിങ് പോലെ പഴയതുപോലെ നമുക്ക് ചാർജറും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഫസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഡിവൈസ് ഇവിടെ വൈറ്റ് കളർ സ്നോ കളറാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജിങ് കേബിൾ, ഒരു OTG കണക്ടർ, USB-A to C OTG കണക്ടർ, പിന്നെ അതുപോലെ തന്നെ യൂസർ മാനുവൽ. ഇത്രയും കാര്യങ്ങളാണ് Pixel 7 Proന്റെ ബോക്സിനകത്ത് വരുന്നത്. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ലുക്ക് എന്ന് പറയുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഞാൻ ഒരു വൈറ്റ് കളർ ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഡിഫറെന്റ് കളറിൽ വരുന്നുണ്ട്. ഒരു ഡാർക്ക് ഷെയ്ഡ് കളർ ചൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ Pixel 7 Proന് ഒരു ഗ്ലോസി ഡിസൈൻ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിന്റ് എന്തായാലും നമുക്ക് അതിന്റെ ബാക്കിൽ ഇതാവും. ഇതെന്റെ ഒരു പേഴ്സണൽ ഒരു സജഷൻ ആണ്. നിങ്ങളൊരു ലൈറ്റ് കളർ എടുക്കാന്നുണ്ടെങ്കിൽ ഫിംഗർ പ്രിന്റ് പതിച്ചൊന്നും നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കാണാൻ വേണ്ടി പറ്റൂല. പിന്നെ നിങ്ങൾ കേസ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും, ഒന്ന് പ്രശ്നമായിട്ട് വരുന്നില്ല. പിന്നെ ഈ ഒരു ക്യാമറ ഉണ്ടത് പ്രീവിയസ് ആയിട്ട് വന്ന ഫോണിന്റെ അതേ ഒരു ക്യാമറ ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അതായത് ഈ ഒരു മെറ്റൽ വൈസർ ഈ ഒരു ബോഡി ആയിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് ഇത്തവണ ഈ ഒരു ക്യാമറന്റെ ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. ആൻഡ് ഫിസിക്കലി ഫോൺ നോക്കാന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രീമിയം ഫീൽ വരുന്ന ഒരു ഫോൺ തന്നെയാണ്. ഇതിന്റെ വെയിറ്റ് വരുന്നത് 212 ഗ്രാം ആണ്. ബട്ട് നമുക്ക് ആ ഒരു ഹെവി വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ലാർജ് ആയിട്ടുള്ള 6.7 ഇഞ്ച് LTPO AMOLED ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. ദെൻ 120 Hz റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. നല്ല ബട്ടർ സ്മൂത്ത് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്. ഡിസ്പ്ലേൻ്റെ തന്നെ നമ്മൾ നോർമൽ കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് വീഡിയോസ് കാണുമ്പോഴും ബ്രൗസിങ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം IP68 വാട്ടർ റെസിസ്റ്റന്റ് ആണ്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സ് ഗ്ലാസ് പ്രൊട്ടക്ഷൻ തന്നെയാണ് വരുന്നത്. ബട്ട് നമ്മൾ കേസ് യൂസ് ചെയ്യുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഇത്രയും പൈസ മുടക്കിയിട്ട് നമ്മളൊരു കേസ്, ഒന്നാമത്തെ കാര്യം നമ്മൾ കേസ് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു പ്രീമിയംനെസ്സിൽ കിട്ടും. ബട്ട് നമ്മൾ കേസ് യൂസ് ചെയ്യുന്നത് തന്നെയായിരിക്കും ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം. കാരണം വീണ് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ സർവീസ് കിട്ടാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. കേരളത്തിൽ എവിടെയും ഇതിൻ്റെ സർവീസ് വരുന്നില്ല. നമ്മൾ മുംബൈയിൽ തന്നെ അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ബട്ട് നമുക്ക് ഫ്യൂച്ചറിൽ ഇതിൻ്റെ സർവീസ് സെൻ്ററൊക്കെ വരുന്ന പ്രതീക്ഷിക്കാം. എന്നാലും നമ്മൾ ഒരു സേഫ് ആയിട്ടുള്ള ഒരു കേസ് തന്നെ ഇതിൽ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കാം. നെക്സ്റ്റ് ക്യാമറ സെക്ഷനിലേക്ക് വരാന്നുണ്ടെങ്കിൽ ഇവിടെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. 50 മെഗാ പിക്സലിന്റെ വൈഡ് ക്യാമറ, ദെൻ 48 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസും പിന്നെ 12 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറ, ഇങ്ങനെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഞാൻ ഈ ഒരു Pixel 7 Proയിൽ എടുത്തിട്ടുള്ള എല്ലാ വീഡിയോസ്, പോർട്രേറ്റ് ഫോട്ടോസ് ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മെയിനായിട്ടും ഇതിന്റെ പ്രോസസ്സറിനത് Google Tensor G2 എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സർ തന്നെയാണ് വരുന്നത്. സോ നമുക്ക് ഫോട്ടോസിൽ നല്ല ഇംപ്രൂവ്മെന്റ്സ് കാണാൻ വേണ്ടി സാധിക്കും. ദെൻ വേറൊരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിന്റെ ബാറ്ററി. ഞാൻ മുന്നേ Google Pixel 4 യൂസ് ചെയ്ത ഒരു യൂസർ തന്നെയാണ്. പക്ഷെ അതിൽ ആ ഒരു ഫോണ് ഞാൻ മെയിനായിട്ട് കൊടുക്കാനുള്ള കാരണം തന്നെ എനിക്കതിൽ അത്ര ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഡെയിലി 2-3 തവണയെങ്കിലും ബാറ്ററി ചാർജ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ബട്ട് ആ ഒരു ഫോണിൽ ക്യാമറ ഒരു രക്ഷയില്ലാത്ത ഒരു ക്യാമറ തന്നെയായിരുന്നു. ബട്ട് നമുക്ക് ഈ Pixel 7 Proയിൽ ബാറ്ററി അപ്ഗ്രേഡ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. 5000 mAh ബാറ്ററിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ നമുക്ക് നല്ലൊരു ബാറ്ററി ബാക്കപ്പ് തന്നെ പ്രതീക്ഷിക്കാം. ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ട്രൈകാർട്ട് ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. ട്രൈകാർട്ടിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടും കുവൈത്തിലെ ഇലക്ട്രോണിക്സ്, സ്മാർട്ട് ഫോൺ, ആക്സറീസ്, അതുപോലെ തന്നെ A to Z കാര്യങ്ങൾ സെല്ല് ചെയ്യുന്ന ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സ്ഥാപനമാണ്. മെയിൻ ആയിട്ട് കുവൈത്തിലും ഖത്തറിലും UAEയിലും ട്രൈകാർട്ട് ഓൺലൈൻ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് GCC കൺട്രിയിലുള്ള ഈ കുവൈത്ത്, ഖത്തർ, UAE എന്നുള്ളവർക്ക്
പിക്സൽ 7 Pro വാങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് പ്രൈസിന് ട്രൈകാർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് തന്നെയായിരിക്കും. പ്രൈസിൻ്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി ആണ്, എവിടെ കിട്ടുന്നതിനെക്കാട്ടി ബെസ്റ്റ് പ്രൈസിലായിരിക്കും ട്രൈകാർട്ട് നിങ്ങൾക്ക് തരുന്നത്. വാങ്ങാൻ താല്പര്യപ്പെടുന്നവർ 3 കൺട്രീൻ്റെയും ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾ GCC കൺട്രിയിൽ നിന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈകാർട്ട് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഇനി ഈ ഒരു പിക്സൽ 7 Proന്റെ പ്രൈസ് വരുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ റേറ്റ് കൂടുതൽ തന്നെയാണ്. 85,000 ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്നത്. ഫ്ലിപ്കാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 84,999 ആണ് വരുന്നത്. ഇറ്റ്സ് 85,000. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ കുറച്ച് കൂപ്പൺ കോഡ് പിന്നെ ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ കുറച്ച് കിട്ടും. ബട്ട് നിങ്ങൾ പുറത്തുനിന്ന് GCC കൺട്രിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും അത് വർത്തിട്ട് തന്നെയായിരിക്കും. ഇനി ഫോണിനെ കുറിച്ച് ഓവറോൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ടും ക്യാമറ പെർഫെക്റ്റ്, ദെൻ ബാറ്ററി ഓക്കെ ആണ്. സോ നിങ്ങൾക്ക് ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ യു കാൻ ഗോ ഫോർ ഗൂഗിൾ പിക്സൽ 7 Pro. ക്യാമറ ഒരു രക്ഷയില്ലാത്ത ക്യാമറ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഇൻ്റർഫേസ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ 3 years സോഫ്റ്റ്വെയർ അപ്ഡേറ്റും നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഗൂഗിൾ പിക്സൽ 7 Proന്റെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. മെയിനായിട്ടും ഞാൻ ക്യാമറൻ്റെത് നോക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഡിസൈൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിക്സൽ ഇത്തവണ ഒരു വൻ തിരിച്ചുവരവ് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ കുറവ് തന്നെയാണ്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.